படம் எப்படி இருக்கு? நல்லா இருக்கு ப்ரோ, சூப்பர் சூப்பர். ஃபுல் என்டர்டைன்மெண்ட், ஃபேமிலி வாட்ச் பண்ணலாம். சிவகார்த்திகேயன் ஒரு கம்பேக் தானே? இல்லை கம்பேக் தான். சிவகார்த்திகேயன் எப்போ கம்பேக் தான். கம்பேக் தான். எஸ்கே என்ன பவர்ஃபுல். പവർഫുൾ സൂപ്പർ സൂപ്പർ. ഐലാൻഡാണോ കണ്ടത് ബ്രോ? എങ്ങനെയുണ്ട്? ഇവിടെ എങ്ങനെയുണ്ട്? ആവറേജ് ബ്രോ ഐലാൻഡാണോ? അടിപൊളി പടം. എന്താണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട എന്താണ്? ഒരു നല്ല ഏലിയന്റെ സംഭവം എങ്ങനെയാണ്? അവരുടെ VFX അടിപൊളിയായിരുന്നു. നല്ല പടം. എടുത്തു പറയാൻ ഗ്രാഫിക്സും കഥ എല്ലാം സൂപ്പർ. തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ പടം. ചിൽഡ്രൻസിനൊക്കെ ഒരുപാട് ചിൽഡ്രൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന പടം തന്നെ. വന്ന് കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട്. അതെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഫാമിലീസിന് കൂടുതൽ കണക്റ്റ് ആവും. കുട്ടികൾക്കൊക്കെ വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനുള്ള രീതിയിലൊക്കെയുള്ളതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ അതെ, അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് പടം കണക്റ്റ് ആവും. അതിലവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ രവികുമാർ എന്ന ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്ങും VFX ഒന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, വളരെ ഹൈ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സ്റ്റോറിയാണ്. അതിൽ നമ്മളിങ്ങനെ പുതുമ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. നമുക്ക് മേക്കിംഗ് ആണ് വലുത് ഈ പടത്തിന്. അതിൽ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. എന്താ മ്യൂസിക് എനിക്ക് പേഴ്സണലി മ്യൂസിക് എനിക്ക് ഇതിൽ, ഞാൻ A. റഹ്മാൻ ഫാനാണ്, പക്ഷേ ഇതിലെനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ മ്യൂസിക് ഒന്നും നമുക്ക് വിഷയമല്ല, ആ പടത്തിൻ്റെ ഒഴുക്കിനങ്ങ് പോകും. അടിപൊളി. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോംബോ അടിപൊളിയാണ്. അത് സിദ്ധാർത്ഥാണ് എലീനെ വോയിസ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഫീൽ തന്നെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വന്ന് കാണാം, എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. പക്കാ ഫാമിലി പടം. കുഴപ്പമില്ല ബ്രോ, കണ്ടുണ്ട്. VFX അടിപൊളിയാണ്. VFX ഒക്കെ പക്കാ ക്വാളിറ്റിയാണ്, പക്ഷെ പ്രതീക്ഷ അത്രയും ഒരു ഇത് വന്നില്ല. സ്റ്റോറി വൈസ് എങ്ങനെയാണ്? പ്രഡിക്റ്റബിൾ നോർമൽ സ്റ്റോറി തന്നെ. ഇല്ല, ക്ലീശ സ്റ്റോറി ബേസ്ഡാണ്. കിഡ്സിനും ഫാമിലിക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പക്ഷേ ആ എക്സ്പെക്ടേഷൻ ലെവൽ റീച്ച് ചെയ്തില്ല. VFX ഒക്കെ കുഴപ്പമില്ല. ഒരു വട്ടം ചിൽഡ്രൻസിനൊക്കെ അട്രാക്റ്റീവ് ആയിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാനുള്ള സംഭവം. ഫാമിലിക്ക് വേണ്ടി ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഇഷ്ടപ്പെടും, കൊച്ചുങ്ങൾക്ക് മാത്രമല്ല. കോമഡിയൊക്കെ ഒരുപാട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ എന്താണ് ഐലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ? ഗുഡ് ടു വാച്ച്. ഓക്കെ, അടിപൊളി പറയാം. ഇവിടെ എന്താണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്? എന്താണ് ഐലാൻഡ് കണ്ടിറങ്ങിയപ്പോൾ? ഐലാൻഡ് കണ്ട് ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ പറയുമ്പോൾ അറ്റംപ്റ്റ് തന്നെ ആ ഒരു അടിപൊളിയായിട്ട് VFX ഒക്കെ നന്നായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അതായത് കോയിമിൽക്കയുടെ ആ ഒരു ചിത്രം വന്നിട്ടില്ലെന്നുള്ളൂ. അതിൽ ആ ഒരു അറ്റംപ്റ്റ് ഒക്കെ അടിപൊളി. അതായത് കഥയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ടച്ച് തന്നെ അടുത്തൊരു സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു രക്ഷകനായിട്ട് ശിവാർത്തി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിജയുടെ പാറ്റേൺ ഇപ്പം ശിവാർത്തേനാണോ ഏറ്റെടുത്തിരിക്കുന്നത്? അല്ല, രണ്ട് ഡിഫറൻറ്റാണ്. ഇല്ല, വിജയ് എന്ന് പറയുമ്പോൾ പണ്ട് വരെ റൊമാൻസിൽ നിന്ന് തന്നെയാണ്. പുള്ളിയും റൊമാൻസിൽ നിന്ന് തന്നെയാണ്. റൊമാൻസൊക്കെ ആണല്ലോ എന്നാലും കൊള്ളാം. പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും വിജയ് എന്ന് പറയുമ്പോൾ പുള്ളി ഇടയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ സയൻസ് ഫിക്ഷനാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് വിജയ് എന്ന് പറയുമ്പോൾ അടുത്തതിന് വരാൻ പോണതേ ഉള്ളൂ അടുത്ത പടം. ബാക്കി ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടേഴ്സൊക്കെ യോഗി ബാബു ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വർക്കൗട്ട് കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ഹീറോയിൻ എങ്ങനെ ഉണ്ടായിരുന്നു? നായിക കുഴപ്പമില്ല, കാരണം പുള്ളിക്കാർ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും തിരിച്ചു വരവ് കാണാം. സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അത് നല്ലതായിട്ടുണ്ട്. കോംബോ ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്താണ് കണ്ടിറങ്ങിയ ഒരു ഫീൽ? എന്താണ് ഒരു നല്ല സിനിമ കണ്ടിറങ്ങിയത്? അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഈ ഹോളിവുഡിൽ വരുന്ന ആ ഒരു സെയിം സ്റ്റോറിയാണോ ഹോളിവുഡിലെ ആ ഒരു സെയിം സ്റ്റോറി അല്ല. ഇതെന്ന് പറയുമ്പോൾ പുതിയൊരു ജേണറാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ. ഒരുപാട് ഏലിയൻസിന്റെ ചിത്രം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഹിന്ദിയിൽ മറ്റേ ഹൃതിക് റോഷന്റെ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പുതിയൊരു ജേണറാണ്, പുതിയൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആണ്. ഗ്രാഫിക്സ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. CG വർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരിടത്ത് പോലും ഒരു IA എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവമില്ല. ഇല്ല, CG വർക്കൊക്കെ പക്കായിരുന്നു. മൊത്തം 4500 CG ഷോട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം പക്കയായിരുന്നു. ഇപ്പം നമ്മൾ അവതാർ സിനിമയെ കാണുന്നില്ലേ, ആ ഒരു ഫീൽ തന്നെ. ആ ഫാൻറ്റം എഫക്ട്സ് ആ കമ്പനി തന്നെ ഇതും പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. അണ്ണൻ്റെ പെർഫോമൻസ് പറയണല്ല, ഫാനാണ്. അപ്പോൾ
ഏലിയന്റെ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ശിവാർത്തിന്റെ ഒരു ഗ്രാഫ് എന്തെങ്കിലും താന്നു പോയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇല്ല രണ്ടും ഈക്വൽ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഫൈറ്റ് സീൻ ആവട്ടെ, ആക്ഷൻ സീൻ ആവട്ടെ, എല്ലാം ഒരേ ഈക്വൽ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. സോങ്സും ബാക്കി സോങ്സ് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് കൊള്ളായിരുന്നു. ഫസ്റ്റ് വേറെ ലെവൽ സഖോയും പിന്നെ അയലൻ എന്ന് പറയുന്ന സോങ് കൊണ്ടുപോയ ഒരു രീതിയൊക്കെ സിനിമ കണ്ടായിരുന്നോ? എടുത്ത് പറയാനായിട്ട് ശിവർത്തേൻ്റെ പെർഫോമൻസ് പിന്നെ VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ. ഫാമിലിയായിട്ട് കാണാനും പറ്റും, എല്ലാവരും കാണാൻ പറ്റും. നല്ലൊരു പടം. സെക്കൻഡ് ഹാഫ് മാത്രം ചെറിയൊരു രീതിയിൽ ഒരു തൃപ്തി തോന്നിയില്ല. ബാക്കിയെല്ലാം ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്, നല്ല കോമഡിയാണ്. ലാഗും കാര്യമൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ലാഗൊന്നുമില്ല, എല്ലാം കണ്ടോണ്ടിരിക്കാന്നേ ഉള്ളൂ. അടിപൊളിയാണ്. ഓവറോൾ എങ്ങനെയാണ് എഡിറ്റിംഗും? ഓവറോൾ എല്ലാം അടിപൊളി, എഡിറ്റിങ് എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. പൊങ്കൽ വിന്നർ അപ്പം അയലാനാണ്. അത് മാത്രം പറഞ്ഞില്ല, ബാക്കിയുള്ള പടങ്ങളോടി ഇറങ്ങിയതിന് ശേഷം ബാക്കി അറിയാം. എങ്ങനെ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്താണ്? പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് ഹാഫ് മാത്രം ചെറിയൊരു മെയിനായിട്ട് ചിൽഡ്രൻസിന് ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കിഡ്സിനൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. ഓ ശരി. നല്ല മൂവിയാണ്, കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. VFX എല്ലാം കൊള്ളാം, ക്വാളിറ്റി. ഇന്ത്യയിൽ ഞാൻ ഇത്രയും കാലം വന്നതിൽ നല്ലൊരു VFX ഒരുപാടുണ്ട് മൊത്തം. പിന്നെ പറയാനായിട്ട് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് ഏലിയൻ സിനിമ വന്നിട്ടുണ്ട്, ഇതെങ്ങനെ? ഫുള്ളുണ്ട് ഏലിയൻ, ആ ഒരു ക്യാരക്ടർ ഫുള്ളും കാണും, ആ ക്വാളിറ്റി ഫുള്ളും, അതായത് ആദ്യം മുതൽ അവസാനം വരെ അതുണ്ട്. ആ ഒരു അനിമേഷൻ നന്നായിട്ട് എടുത്തിട്ടുമുണ്ട് സ്റ്റോറിയിൽ. ശിവാർത്തിയും കൊള്ളാം, എല്ലാവരും കൊള്ളാം, കോമഡി ഫൺ എല്ലാം ഉണ്ട്, കൊള്ളാം കേട്ടോ.